If there is a disease in your body, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെങ്കിൽ നിങ്ങളൊരു ആത്മീയനാണ് ചിന്തിക്കുന്നതാണ്, എൻ്റെ ശരീരം ഇവിടെ കളയേണ്ട ശരീരത്താണ് ഈ രോഗം. The diabetes is in the body. The cholesterol is in the body. All the physical pain is in the body, but it has not affected the spirit. ശരീരത്തിലുള്ള വേദനയും കൊളസ്ട്രോളും ഡയബറ്റീസ് ഒക്കെ ഈ ശരീരത്താണ്, അത് ആത്മാവിനെ തൊട്ടിട്ടില്ല. ആത്മാവിനെ തൊടുന്ന എപ്പോഴാണ്? പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ. When you don't pray, the devil will touch your spirit. Some people, those who come here to minister, ഇവിടെ പ്രാർത്ഥിക്കാൻ, ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ, why they cannot minister properly? After ministering, they are saying they are having problems in the family. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണ്? ഞങ്ങൾ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. എന്താ കാര്യം? എന്താണ്? ഇവിടെ ജഡത്തിൽ ശുശ്രൂഷ നടക്കുമ്പോൾ പിശാച് വെറുതെ ഇരിക്കുമോ? പിടികിട്ടിയ? സോ യു ഹാവ് ടു പുട്ട് ദ ആർമർ ഓഫ് ഗോഡ്. നിങ്ങൾ സർവായുധവർഗം ധരിക്കണം. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള. ഭയമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറിയ ആശ്വാസം കിട്ടുന്നുണ്ട്. ആണോ? കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ ആശ്വാസം കാണുന്നുണ്ട്. ശരിയാണോ? Because the spirit is becoming active. Your spirit is becoming active. ആത്മാവിന് ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ചില ദൈവീയ കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബിഫോർ ദ സ്പിരിറ്റ് വാസ് ഡെഡ്, മുമ്പ് ആത്മാവ് മരിച്ചു കിടക്കുകയായിരുന്നു. അവിടെ നിങ്ങളുടെ ശരീരം എല്ലാം നല്ല ഊർജ്ജസ്വലമായിട്ടിരിക്കുന്നു, പക്ഷെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എല്ലാം ജഡത്തിൽ വിവേചിക്കുകയാണ്. So God will use you powerfully for the kingdom. New journeys are going to come. നിങ്ങൾ പുതിയ യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യും. God will give throne on you. നിങ്ങളുടെ തലയിൽ ഒരു കിരീടവും ദൈവം തരും കേട്ടോ. God is healing your toothache. നിങ്ങളുടെ പല്ലുവേദനയൊക്കെ യേശു സൗഖ്യമാക്കുന്നു. Everything will go well. എല്ലാം ശരിയാവും. അപ്പോൾ അതാണ് മുഴുവൻ വായിച്ചില്ലല്ലോ, അവിടെ ഇരുന്നോളൂ. ആ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതായത് വചനം വായിച്ചിട്ട് അവനത് പറ്റത്തില്ല. അവന് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് വേണം. ഇത് വായിച്ചിട്ട് ഞാൻ സൗഖ്യമായി എന്ന് പറഞ്ഞാൽ അവന് വിശ്വാസമില്ല. അവൻ ഡോക്ടർ തന്നെ എഴുതി കൊടുക്കണം അവൻ സൗഖ്യമായി. നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വചനത്തിൽ പറയുന്നുണ്ട്, പക്ഷെ അത് അവന് പോരാ. ജഡ്ജി തന്നെ എഴുതി കൊടുക്കണം, നീ ശരിയാ, നിനക്കൊരു കുഴപ്പമില്ലെന്ന്. എല്ലാം പിടികിട്ടിയ? വായിച്ചോളൂ. Because it should be spiritually discerned, he cannot see the things in right way. വായിച്ചോളൂ. ഈ നടക്കുന്ന ഒന്നും, ഇത് ബൈബിളിൽ എഴുതിക്കുന്ന കാര്യങ്ങളൊന്നും അവന് ഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ എന്തോ വേറെ എന്തോ ഇത് അബ്രാമിനോടൊക്കെ പറഞ്ഞ കാര്യം പോലെ തോന്നുന്നു. വായിച്ചോളൂ. ബട്ട് if he is a spiritual, he can discern everything. No one can discern him. എല്ലാം പിടികിട്ടിയ? Who is the richest? ഏറ്റവും വലിയ ധനികൻ ആരാണ്? Those who have lot of lands, അല്ല, ഒത്തിരി സ്ഥലങ്ങളുള്ള ആളല്ല. Then who is the richest person? Who that is spiritual. ഒരു ആത്മീയനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ധനവാൻ. എന്താ അവിടെ പറയണത്? അയാൾ ആത്മീയനായതുകൊണ്ട് അയാളെ ആർക്കും വിവേചിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് എല്ലാവരും വിവേചിക്കാം. സന്തോഷമില്ല? വല്ലതും പിടികിട്ടിയ? സോ എന്താ നിങ്ങൾ വായിച്ചേ? If he is spiritual, he can discern and judge everything. എല്ലാത്തിനെയും ന്യായം വിധിക്കാം. തന്നെ ആർക്കും വിധിക്കാനും പറ്റത്തില്ല. നിങ്ങൾ ആത്മീയനാണ്, നിങ്ങൾക്ക് ഈ ലോകത്തെ വിധിക്കാം. നിങ്ങൾ ജഡികനാണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ വിധിച്ചുകൊണ്ടിരിക്കും. റിസൾട്ട് നിങ്ങളെ വിധിച്ചുകൊണ്ടിരിക്കും. അയൽക്കാരൻ നിങ്ങളെ വിധിച്ചുകൊണ്ടിരിക്കും. യു വിൽ ബി വറീഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവരെ നോക്കി നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ വേദന വരുന്നത്? വൈ പീപ്പിൾ ആർ ജലസി? എന്തുകൊണ്ടാണ് ആൾക്കാർ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്?
Why people are worried about other success? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എന്തുകൊണ്ടാണ് ആൾക്കാർ അസൂയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? കാര്യം എന്താണ്? They are natural persons. അവർ ജഡത്തിൽ ജീവിക്കുന്നുകൊണ്ടാണ്. പിടികിട്ടിയ? So make your spirit active and walk with God. So പിന്നെ കർത്തൃമേശയിലേക്ക് പോവുകയാണ്. So we are going to take the Holy Communion. പിടികിട്ടിയ? ഈ ഹോളി കമ്മ്യൂണിയൻ എന്തിനാണ്? ഇറ്റ് ഈസ് ഫോർ അവർ സ്പിരിറ്റ്. ദ വേർഡ് ഓഫ് ഗോഡ് എന്തിനാണ്? ദൈവവചനം എന്തിനാണ്? നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്. Why you have come here? It is for the spirit. സന്തോഷമില്ല. എന്തുകൊണ്ടാണ് വീട്ടിലൊക്കെ വഴക്ക് കിടക്കുന്നത്? എന്താണ്? Why the quarrel is going on in the family? Why there is problem between the neighbors? അയൽക്കാരുമായിട്ട് പ്രശ്നം എന്താണ്? Why there is strife between the believers? വിശ്വാസികൾ തമ്മിൽ എന്താണ് മനസ്സിനൊരു പൊരുത്തമില്ലാത്തത്? എന്താ കാര്യം? They are in flesh. അവരെല്ലാം ജഡത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വല്ലതും പിടികിട്ടിയെന്ന് അറിയത്തില്ല. If you are a spiritual person, everything is under your, നിങ്ങളുടെ കാലിന് കീഴെയാണ് എല്ലാം. If you are a spiritual person, you are seated in the heavenly place. നിങ്ങൾ സ്വർഗത്തിലാണ് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അക്കോർഡിംഗ് ടു 2 Ephesians 2:6. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങൾ ആത്മീയനാണ്. എപ്പോഴും എന്താ ചെയ്യുന്നത്? എപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കും, എപ്പോഴും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്തിൽ എന്ത് നടന്നാലും നിങ്ങൾക്ക് വിഷമമില്ല. സോ 1 കൊരിന്ത്യർ 11 നമുക്ക് എടുക്കാമല്ലോ. ഒരാൾക്ക് വായിക്കാമല്ലോ, ഒരാൾക്ക് ഉച്ചത്തിൽ വായിക്കാമല്ലോ. 1 കൊരിന്ത്യർ 11:23. Likewise the spirit after taking the food he took the wine also and he said this wine is for the blood. Whenever you drink you do it for my remembrance. Likewise when you eat the bread and drink the wine, you will remember me till my coming here. So you should be eligible. You have to examine yourself whether you are eligible. If anyone takes this without any qualification, you will be punished because of God's word. So you have to discern yourself. Before taking this bread and wine, you have to discern yourself. Then only you can take this bread and wine. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ ശോധന ചെയ്യണം. എവിടെയാ ശോധന ചെയ്യേണ്ടത്? ജഡത്തിലല്ല ചെയ്യേണ്ടത്. അതിനാണ് ഞാൻ ഇവിടെ ജഡത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞത്. നിങ്ങൾ ആത്മാവിൽ ശോധന ചെയ്യണം. നിങ്ങളിത് കഴിക്കാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണോ? You ate chapati or put for what? For your outer body. But now you are taking this bread and wine not for your outer body. It is the food for your spirit. ഇത് കഴിച്ചോണ്ട് നമ്മുടെ ക്ഷീണം മാറുമോ? ശരിക്കും ജഡത്തിന്റെ ക്ഷീണം മാറുമോ? ഇല്ല. പിന്നെ എന്താണ്? നമ്മുടെ ആത്മാവിന് കരുത്ത് കൊടുക്കുക. എല്ലാം പിടികിട്ടിയ? You can remain without food by the word of God for many days. അനേക ദിവസങ്ങൾ ഭക്ഷണം ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാം, ഉപവസിച്ചിരിക്കാം. കാര്യം എന്താണ്? നിങ്ങളുടെ ആത്മാവിന് കരുത്തുണ്ടെങ്കിൽ. Likewise you are taking this food and bread and wine for your spirit. നിങ്ങളുടെ ആത്മാവിനാണ് നിങ്ങൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ മനസ്സിലായി? അപ്പോൾ നമ്മളിപ്പോൾ കർത്തൃമേശ എന്തിനാണ്? ജഡത്തിലല്ല, ആത്മാവിന് ഭക്ഷണം കൊടുക്കുകയാണ്. എല്ലാം പിടികിട്ടിയ?
ജഡത്തിന് കഴിക്കാനാണ് ഇതുകൊണ്ട് വല്ല ആവുമോ? ഇല്ല. ഇത് ആത്മാവിനുള്ള ഫുഡാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സാമിൻ, അവിടെ പറഞ്ഞത് നിങ്ങൾ ശോധന ചെയ്യാനല്ല പറയുന്നത്, അപ്പൊ ആത്മാവിലാണ് ശോധന ചെയ്യേണ്ടത്. വായിച്ചോളൂ. ബിക്കോസ് ഓഫ് ദിസ് many people are sick and weak. Many are sick and weak.